നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. പൈങ്കുളം റെയിൽവേ മേൽപ്പാലത്തിന് വേഗം കൂടുന്നു. പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. മേൽപ്പാല നിർമ്മാണത്തിനായി കേരയിൽ എഞ്ചിനീയറും സ്പെഷ്യൽ തഹസിൽദാരും അടങ്ങുന്ന ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി. പദ്ധതിക്കായി 1 ഏക്കർ 16 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ 13,33,00,000 രൂപയുടെ ഭരണാനുമതി നൽകിയതോടെ നിർമ്മാണ നടപടികൾക്ക് വേഗം കൈവന്നത്. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകുന്നതോടെ നിർമ്മാണ ചെലവിൻ്റെ 50% കേന്ദ്ര സർക്കാർ വഹിക്കും. ഇതോടെ പൈങ്കുളം റെയിൽവേ ഗേറ്റിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകും. വടക്കാഞ്ചേരി അകമലയിൽ കാട്ടാന ശല്യം രൂക്ഷം. നെല്ല് പാകമാകുന്നതിന് മുമ്പ് ആനകൾ നശിപ്പിക്കുമെന്ന ഭീതിയിൽ കർഷകർ പാകമാകാത്ത നെല്ല് കൊയ്തെടുത്തു. 80 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ 20 ഏക്കറിലെ കൃഷി ഇതിനകം കാട്ടാനകൾ ചവിട്ടിമതിച്ചു. രാത്രികാലങ്ങളിൽ കുട്ടിയാന ഉൾപ്പെടെയുള്ള സംഘം പാടത്തിറങ്ങുന്നത് തടയാൻ സോളാർ ഫെൻസിംഗും പരാജയപ്പെട്ടു. വായ്പയെടുത്തും പെൻഷൻ തുക ചെലവഴിച്ചും കൃഷി ഇറക്കിയ കർഷകർ കടക്കണിയിലായി. കൃഷി വനംവകുപ്പുകൾ അടിയന്തരമായി ഇടപെടാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. സാർവത്രിക പാലിയേറ്റീവ് പരിചരണ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തി സംഗമം സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി, ജില്ലാ ആശുപത്രി, മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവർ സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത്. പാലിയേറ്റീവ് പരിചരണ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ചവരെ ആദരിച്ചു. സംഗമത്തിൽ നാടൻപാട്ട് ഉൾപ്പെടെയുള്ള കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും ആശ്വാസമേകി. പൊന്നാനി ചെറുതുരുത്തി സംസ്ഥാന പാതയിൽ ദേശമംഗലം ഒലിച്ചി ഡാമിന് സമീപം കാറും മോട്ടോ ക്യാബും കൂട്ടിയിടിച്ചു. ഇരുവാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. മോട്ടോ ക്യാബിനുള്ളിൽ കുടുങ്ങിപ്പോയ ഡ്രൈവറെ നാട്ടുകാർ സാഹസികമായാണ് പുറത്തെടുത്തത്. കാറിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ അപകടത്തിൽ പരിക്കേറ്റ നിരവധി പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു.